ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു അണ്ടർ 10K വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 10,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ എല്ലാ സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് അണ്ടർ 10Kയിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ്, ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടും. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി M14 5G. അപ്പോൾ നിങ്ങളൊരു സാംസങ് ഫാൻ ആണെങ്കിൽ അണ്ടർ 10,000 റുപ്പീസിൽ വാങ്ങാവുന്ന ഒരു ബെസ്റ്റ് 5G സ്മാർട്ട് ഫോണാണ് നമ്മുടെ സാംസങ് ഗാലക്സി M14 5G. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് PLS LCD ഡിസ്പ്ലേയാണ് വരുന്നത്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമ്മുടെ സാംസങ് ആണ്, അതുപോലെ അണ്ടർ 10,000 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും അവർ 90 ഹെഡ്സ് തരുള്ളൂ, 120 ഹെഡ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ എക്സിനോസ് 1330 ആണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. 3 ക്യാമറയാണ്. സെൽഫി ക്യാമറ വന്നിട്ട് 13 മെഗാ പിക്സലാണ് വരുന്നത്. ഫുൾ HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്. 3.5mm ഓഡിയോ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റ് 9,990 റുപ്പീസ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റെഡ്മി 13C അല്ലെങ്കിൽ പോക്കോ M6 എന്ന് വേണമെങ്കിലും പറയാം. രണ്ടുപേരെ സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ HD പ്ലസ് LCD ഡോട്ട് ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 ഹെഡ്സ് ഇല്ല. പ്രോസസ്സറിലേക്ക് വരുമ്പോൾ MediaTek Dimensity 6100 പ്ലസ് ആണ് വരുന്നത്. ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. പിന്നെ ഒരു AI ലെൻസും ഉണ്ട്. പിന്നെ സെൽഫി ക്യാമറ വന്നിട്ട് 5 മെഗാ പിക്സലാണ് വരുന്നത്. വീഡിയോ എടുക്കുമ്പോൾ 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്. പിന്നെ 2 വർഷത്തെ OS അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കിട്ടും എന്നാണ് അവർ പറയുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 19,999 രൂപയാണ്. 10,999 റുപ്പീസ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെയാണ്. റിയൽമി C65. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ HD പ്ലസ് LCD ഡിസ്പ്ലേയാണ് വരുന്നത്. പിന്നെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് കിട്ടും. 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ MediaTek Dimensity 6300. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. സെൽഫി ക്യാമറ വന്നിട്ട് 8 മെഗാ പിക്സലാണ്. 1080p 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 50 വാട്ട്സിൻ്റെ ചാർജിങ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 വരുന്നത്. IP54 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ്, 3.5mm ഓഡിയോ ജാക്ക്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4+ 128GB ROM വേരിയൻറ്റ് 10,499 റുപ്പീസാണ്. 10,499 രൂപ. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോ എണ്ണൻ്റെയാണ്. മോട്ടോ G34. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ HD പ്ലസ് IPS LCD ഡിസ്പ്ലേയാണ് വരുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി പ്രൊസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 695 ആണ് വരുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ. സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ ലേറ്റസ്റ്റ് ആയ ആൻഡ്രോയിഡ് 14 തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കിട്ടുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4GB പ്ലസ് 128GB ROM വേരിയൻറ്റ് 19,999 രൂപയാണ്. 10,999 റുപ്പീസ്. 11,000 റുപ്പീസിനാണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടാൻ പോകുന്നത്. 1 രൂപ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെയാണ്. പോക്കോ M6 Pro. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ റെഡ്മി 12 5Gയുടെ ഒരു സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റെഡ്മി 12 5G എടുത്താലും പോക്കോ M6 Pro എടുത്താലും ഒരേ പോലെയൊക്കെ തന്നെ. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.79 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡോട്ട് ഡിസ്പ്ലേയാണ് വരുന്നത്. 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. 515 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 ആണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 8 മെഗാ പിക്സലാണ്. ഇവിടെ നിങ്ങൾക്ക് 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 18 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്.
പിന്നെ IP53 സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ 3.5mm ഓഡിയോ ജാക്ക് LPDDR4X eMMC 5.1. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 4+64GB റോം വേരിയന്റ് 9,999 രൂപയ്ക്ക് കിട്ടും, 9,999 റുപ്പീസ്. അപ്പോൾ അണ്ടർ 10K നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് അണ്ടർ 10K വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.